കേരളത്തിൻ്റെ ആദരണീയനായ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ അവർകൾ അറിയുന്നത്. ഇന്ന് കേരളത്തിലെ ഗതാഗത വകുപ്പിലെ പ്രധാനപ്പെട്ട അവിഭാജ്യ ഘടകങ്ങളായ വാഹന പ്രസ്ഥാനം കടുത്ത പ്രതിസന്ധിയിലും വളരെ വലിയ വിഷമകരമായ ഒരവസ്ഥയിലുമാണുള്ളത്. പ്രത്യേകിച്ച് ടിപ്പർ മേഖല. കേരളത്തിലെ മുഴുവൻ വാഹനങ്ങളും ഇത്തരത്തിലുണ്ടെങ്കിലും കൊല്ലം ജില്ലയിലെ വാഹനങ്ങൾ വളരെ വലിയ ഒരു ജീവൻ മരണ പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുകയാണ്. ദയവായി അങ്ങ് ഈ പ്രശ്നം ഗൗരവമായി കാണണം. 20% ടാക്സ് അടയ്ക്കുന്ന ടിപ്പർ വാഹനങ്ങൾക്ക് ഇന്ന് റോഡിൽ കൂടെ വണ്ടി കൊണ്ട് നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. തമിഴ്നാട്ടിൽ നിന്നും പെർമിറ്റ് ലോഡ് വരുമ്പോൾ കേരളത്തിൽ അമിതമായ ഓവർലോഡുകൾ ആണ് ഓടുന്നത്. കഴിഞ്ഞ ജൂലൈ മുതൽ ഈ ഫെബ്രുവരി വരെ ഏകദേശം അല്ല, കൃത്യമായി പറഞ്ഞാൽ 10,32,230 രൂപയോളം ഓവർലോഡ് ഫൈൻ 4,200 വാഹനങ്ങളിൽ നിന്ന് ഈടാക്കിയപ്പോൾ 717 ഡ്രൈവർമാരുടെ ലൈസൻസാണ് സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. ബാക്കിയെല്ലാം ഒരു ഏകീകൃതമല്ലാതെ പലരും പലതരത്തിലുള്ള രീതിയിലാണ് വാഹനങ്ങൾ ഓടാൻ നിർബന്ധിതരാകുന്നത്. ഒന്നുകിൽ ഓവർലോഡ് പൂർണ്ണമായിട്ടും ഒഴിവാക്കണം, അതല്ലെങ്കിൽ എല്ലാവർക്കും ലോഡ് കയറ്റാനുള്ള ഭരണഘടനാപരമായ സ്വാതന്ത്ര്യം ലഭിക്കണം. ഇന്ത്യൻ ഭരണഘടന സമ്പൂർണ്ണ സാക്ഷരത നേടിയ ജില്ല കൊല്ലം ജില്ല ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ജില്ല കൊല്ലം ജില്ലയാണെന്നിരിക്കെ കൊല്ലം ജില്ലയിലെ വാഹന ഉടമകൾക്ക് ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഭീമമായ ഫൈനാൻസും മറ്റും കൂടാതെ ഗതാഗത വകുപ്പിൻ്റെ ഇത്തരത്തിലുള്ള ക്രൂരമായ പെറ്റിയിടിക്കൽ ഈ പ്രസ്ഥാനം തളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 3000 കോടി രൂപയുടെ അടുത്ത് വിലയുള്ള വാഹനങ്ങളാണ് ഇത്തരത്തിൽ സർക്കാരിനും കേന്ദ്ര സർക്കാരിനും GST ഇനത്തിലായാലും മറ്റ് ടാക്സ് ഇനത്തിലായാലും പെർമിറ്റ് ഇനത്തിലായാലും നല്ല ഒരു വരുമാന മാർഗം കിട്ടിയ ഒരു പ്രസ്ഥാനം നശിക്കുന്നതിന് ഏകദേശം എല്ലാം അടുത്തിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അങ്ങ് ഇത് മുൻകൈ എടുത്ത് ഈ വാഹനങ്ങൾ ഓടാനുള്ള ക്രമീകരണം നടത്തേണ്ട തരത്തിൽ അവരെ സഹായിക്കത്തക്ക രീതിയിലുള്ള നിലപാടുകൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങയുടെ ഓരോ വീഡിയോകൾ വഴി പലതരത്തിലുള്ള ഉത്തരവിടുമ്പോൾ അതിനകത്ത് വെന്ത് അരിയുന്നത് സാധാരണക്കാരായ ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ളവരുടെയാണ്. കൃത്യമായും ആ പ്രശ്നം പരിഹരിക്കുന്നതിനെ ശ്രദ്ധിച്ചെങ്കിലേ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. കൊല്ലം നാഷണൽ ഹൈവേ വർക്കിന് ഓടുന്ന വാഹനങ്ങൾ തന്നെ ഇന്ന് വാഹനം ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. വണ്ടിയുടെ മെയിൻ്റനൻസിനനുസരിച്ചുള്ള വാഹനം കൂട്ടുകയോ അത് കൂട്ടിപ്പിടിക്കുന്നതുമായ യാതൊരു തരത്തിലുള്ള ഒരു നിയമപരമായിട്ട് സംരക്ഷണം ഇവർക്ക് ലഭിക്കുന്നില്ല. ഇത്തരം വാഹനങ്ങളുടെ ഈ ശോചനീയ അവസ്ഥ പരിഹരിക്കുന്നതിന് സർക്കാർ മുൻകൈ എടുക്കുന്നതിനുമായി ആവശ്യപ്പെട്ട് ജൂൺ 19-ാം തീയതി കൊല്ലം കളക്ടറേറ്റ് പടിക്കൽ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഒരു ഉപവാസ സമരം തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ഉപവാസ സമരത്തിനോടുള്ള ആവശ്യകതയും അത് പരിഹരിക്കുന്നതിനും അങ്ങ് മുൻകൈ എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ തന്നെ വലിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് പ്രക്ഷോഭത്തിലേക്ക് ഇത്തരം വാഹന പ്രസ്ഥാനത്തിലെ ഉടമകളും ഡ്രൈവർമാരും നീങ്ങേണ്ടതായിരിക്കും. ദയവായി അങ്ങത് സശ്രദ്ധം അതിൻ്റെ ഗൗരവപരമായ ഒരു അന്വേഷണം നടത്തുന്നതിന് താല്പര്യപ്പെടണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.